പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട വിപിലോസവച്ചനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛനോട് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയുടെ വചന ധ്യാനങ്ങൾ ഇതൊരു വചന പ്രഘോഷണമല്ല, മറിച്ച് വചനത്തിൻ്റെ ഒരു നമ്മളുടെ ജീവിത അനുഭവങ്ങളുടെ വചന പരിസരങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പരിപാലന വിവേചിക്കുന്ന ഒരു ദൈവശുശ്രൂഷയാണിത്. അല്ലാതെ നമ്മൾ കൺവെൻഷനിൽ കാണുന്ന തരത്തിലുള്ള വലിയ ഒറേഷൻസും അതുതന്നെ പ്രൊക്ലമേഷൻസ് ഒന്നുമില്ല. ഇത് നമ്മൾ കൃപാസനത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ വരുന്നവർ വചനപ്രഘോഷണത്തിന് വേണ്ടി വരണവരല്ല, ഇനി ധ്യാനിച്ച് നന്നാകാൻ വരണവരുമല്ല. കൃപാസനത്തിൽ കിട്ടിയിരിക്കുന്ന കർത്താവ് തന്ന ക്യാരിസം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു കാഷ്വാലിറ്റിയെ അഭിമുഖീകരിക്കുമ്പോൾ, അത് കടമാകാം, രോഗമാകാം, ചിലപ്പോൾ ആശുപത്രിയിലെ വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ അവസ്ഥയാകാം. അപ്പോൾ അതൊക്കെ മനുഷ്യനെ ഉണ്ടാക്കുന്ന പൊള്ളലും വേഗലുമൊക്കെ പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ചിലപ്പോൾ സാമ്പത്തിക തകർച്ചയാകാം, ജോലി ഇല്ലാതെ വരുന്ന അവസ്ഥയാകാം, അല്ലെങ്കിൽ നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ട് നമ്മുടെ ഒരു ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. പിന്നെ ജീവിതത്തിൽ കുടുംബത്തിലായാലും ശരി, നമ്മളുടെ ജോലിയും നമുക്ക് സാമ്പത്തികമൊക്കെ ഉണ്ട്, ജോലിയുമൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ നല്ല തകർച്ച ഉണ്ടെങ്കിൽ നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യാത്ത അവസ്ഥയാണ്. നമുക്ക് പ്രൊഫഷണലി സന്തോഷമുണ്ട്, പക്ഷേ ഫാമിലി നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിക്കണത്, ആർക്ക് വേണ്ടിയാണെന്നൊക്കെ നമുക്ക് തോന്നുപോയി. മക്കളൊക്കെ അവരുടെ തോന്നിവാസം പോലെയൊക്കെ ജീവിക്കണ കാണുമ്പോൾ എന്തിനാണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെടണം, ഉറക്കം നിൽക്കണത്, ക്ഷമിച്ച് നടക്കണത്, ഇത്രയും ഞെരുക്കം അനുഭവിക്കണത് ആർക്ക് വേണ്ടിയാണ്? ചിലപ്പോൾ ഭർത്താവിന് ഭാര്യയെക്കുറിച്ച് അങ്ങനെ തോന്നാം, ഭാര്യയ്ക്ക് ഭർത്താവിനെക്കുറിച്ച് തോന്നാം, ആർക്ക് വേണ്ടി. അപ്പം നമ്മൾ ചെയ്യണതേ, നമ്മൾ കഷ്ടപ്പെടുകയും വിഷമിക്കുകയും ഞെരുങ്ങുകയും ഇല്ലായ്മയാകുക ചെയ്യുമ്പോഴേ വീട്ടിലെ കുഞ്ഞു പിള്ളേരുടെ കയ്യാങ്കളിയും അവരുടെ ഇതൊന്നും മനസ്സിലാക്കാത്ത രീതി ചില ആൾക്കാർ മരിച്ചവരുടെ വീട്ടിലിരുന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞ് ചിരിക്കാൻ കണ്ടിട്ടില്ലേ? അല്ല, നമ്മൾ ചില മരിപ്പ് വീട്ടിലേക്ക്, എല്ലാ വീട്ടിലാണ്, ചില മരിപ്പ് വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ശവത്തിൻ്റെ വഴിയിൽ അങ്ങനെ കിടക്കും, മറ്റുള്ളവരൊക്കെ അവിടെ ഇരുന്നൊക്കെ വർത്തമാനം പറഞ്ഞു. ഞാൻ പല വീട്ടിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലൊരു മരിപ്പിന് പോയാൽ അപ്പോൾ ഈ ശവവുമായിട്ടൊരു ബന്ധമില്ല അവിടെ, അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്ന ആൾക്കാർക്ക് ഈ മരിച്ച ആളുമായിട്ടൊരു ബന്ധമില്ല. ഇത് മരിക്കണമെന്ന് നിർബന്ധമില്ല, ജീവിച്ചിരിക്കെ തന്നെ നമ്മളൊരു ശവം പോലെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഒരു ബന്ധം തോന്നത്തില്ല. നമ്മളിങ്ങനെ വിഷമിച്ച്
നടക്കണമെന്നല്ലാതെ നമ്മുടെ വിഷമം ആർക്ക് വേണ്ടി നമ്മൾ വിഷമിക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പോഴേ ഈ എന്തിനാണ് നമ്മൾ ജീവിക്കണത് എന്നൊക്കെ തോന്നും. ഇത് ഓരോരുത്തർക്കും ഓരോ തരം അനുഭവങ്ങളാണ്. ഞാൻ പറയണത് നമ്മളെല്ലാവരും ഇങ്ങനെ മനുഷ്യരാൽ തോൽപ്പിക്കപ്പെടണമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു 10-21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് 2-3 കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ഭാര്യ മനസ്സ് നിറഞ്ഞ് ഒരു ഭർത്താവിനെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരിക്കലും ഒരു ഭർത്താവ് അയാൾക്ക് പറ്റുന്ന മുഴുവനും സ്നേഹത്താൽ ഒരു വൈഫിനെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളായാലും ശരി, മതിമറന്ന അപ്പന്മാരെ മാതാമാരെ സ്നേഹിക്കരുതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 കാരണങ്ങളാണ് അങ്ങനെ തോന്നാൻ കാരണം. ഒന്ന്, നിങ്ങളുടെ ഈ മാനുഷിക സ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് ദൈവത്തിൻ്റെ സ്പേസ് കുറഞ്ഞു വരും. അതാണ് ഒരു കാരണം. ദൈവത്തിന് അവിടെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതെ വരും. നിങ്ങൾക്ക് യു ആർ കണ്ടൻറ്റഡ്, ആ സ്പേസ് ചുരുങ്ങിപ്പോകുന്നു. രണ്ടാമത്തത്, ഇപ്പോൾ നിങ്ങൾക്ക് പൊരിഞ്ഞ തീവ്രമായ പ്രണയമാണ് ഭാര്യാഭർത്താക്കന്മാർക്കെങ്കിൽ പിരിയാൻ പാടായിരിക്കും. അവസാന കാലങ്ങളിലേ പിരിയാൻ പാടായിരിക്കും. ഞാനൊരിക്കലൊരു ആളും മരിച്ച്, എൻ്റെ ഒരു പഴയ സഹപ്രവർത്തനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മരിപ്പിൽ ഞാൻ അപ്പോൾ ഇടവകയിലൂടെ മാറിപ്പോയിട്ട് കുറേ വർഷങ്ങളായി. എന്നാലും ഞാൻ ഇരുന്ന കാലത്ത് ഒത്തിരി സഹായിച്ച ആളാണ്. അപ്പം ഞാൻ വളരെ പെട്ടെന്ന് എല്ലാ വർക്കെല്ലാം കൂട്ടിയിട്ട് ഞാൻ ഇടവക മരിപ്പ് വീട്ടിലോട്ട് ചെന്നപ്പോഴുണ്ട് അവിടെ 2 ശവപ്പെട്ടി കിടക്കുന്നു. 2 ശവപ്പെട്ടിയിലും ആളുണ്ട്. ഞാൻ തന്നെ വല്ലാണ്ടായിപ്പോയി. നോക്കിയപ്പോൾ എന്താ, ഭർത്താവാണ് ആദ്യം മരിച്ചത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ച്. അവർക്കത് താങ്ങാൻ പറ്റിയില്ല. ഭർത്താവ് മരിച്ചത് ഇനിയിപ്പോൾ ആർക്ക് വേണ്ടി ജീവിച്ചിരിക്കണം എന്നുള്ള ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ പിന്നെ ഉടനെ ഹൃദയം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇടിപ്പൊക്കെ നിർത്തി. അങ്ങനെ ഒരു അവസ്ഥ സുവിശേഷപരമായിട്ട് നിലനിൽക്കുന്നതല്ല. ദാറ്റ് മീൻസ് നമുക്ക് ഭർത്താവിനോ ഭാര്യയ്ക്കോ വേണ്ടി അല്ലല്ലോ നമ്മൾ ജീവിക്കേണ്ടത്. ബേസിക്കായിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതല്ലേ. ഏതെങ്കിലും ഒരു കാലത്ത് വന്ന് ചേർന്ന ആൾക്കാരാണ്. അവർ വന്ന് ചേർന്ന പോലെ തന്നെ അവർ പോകും ഏതെങ്കിലും സമയത്ത്. അവശേഷിക്കുന്നത് ആരാണ്? നമ്മളും ദൈവവും തമ്മിലാണ്. അപ്പം ദൈവത്തിന് സ്പേസ് ഇല്ലാത്ത ഒരു പ്രണയം, അത് ബന്ധം, സ്നേഹമൊക്കെ ഞാനത് പ്രൊമോട്ട് ചെയ്യത്തില്ല. അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ലല്ലോ. കാര്യത്തിന് നമ്മൾ ഈ മരണം പോലെ സ്നേഹിച്ചപ്പോൾ സുഭാഷ് നമ്മുടെ ഇതില്ലേ സോങ് ഓഫ് ദി സോങ്സിൽ 8-ാം അധ്യായത്തിലെ ഉത്തമഗീതത്തിൽ പറഞ്ഞ സ്നേഹം മരണത്തെപ്പോലെ ശക്തമാണ്. അപ്പോൾ മരണത്തെപ്പോലെ ശക്തമായ സ്നേഹത്തിൽ പലപ്പോഴും ദൈവത്തിനൊരു സ്പേസ് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് മനുഷ്യനെ അങ്ങനെയുള്ളൊരു എല്ലാം മറന്ന് സ്നേഹിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ദൈവം അത് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ മരണം പോലെ തീവ്രമായൊരു സ്നേഹം ആണ് നിൻ്റെ ജീവിത പങ്കാളിയുടെ മക്കളോട് നിനക്കുള്ളതെന്ന് വിചാരിച്ചോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അവർ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ പിന്നെ ഭ്രാന്തന്മാരെ പോലെ നടക്കും. ഭ്രാന്തന്മാരെല്ലാം ജീവിതത്തിലെല്ലാം തകർന്നു വന്ന് പറഞ്ഞ് നടക്കും. ഞാനൊരു ഇടവക ചെന്നപ്പോൾ എല്ലാ ദിവസവും ഒരു 6 മണിയാകുമ്പോൾ ഒരു മനുഷ്യൻ കറുത്ത കോട്ടും കറുത്ത പാൻസും ഇട്ടുകൊണ്ട് ചെമിത്തേരി വരും. അപ്പോൾ അന്ന് ഞാൻ ബ്രദറാണ്, ഞാൻ സ്ഥലമൊന്നും പറയില്ല. അപ്പോൾ അത് അറിയുന്നൊരു ഇടവകയിലായിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇന്ന ആളാണ് ഉദ്ദേശിക്കണമെന്ന്. അപ്പോൾ കറുത്ത കോട്ടും കറുത്ത പാൻസും ഇട്ടുകൊണ്ട് ഈ മനുഷ്യൻ 6 മണിക്ക് വരും. എന്നിട്ട് ഒരു കുഴിമാടത്തെ മലന്ന് കിടക്കും. എന്നിട്ട് 9 മണിയാകുമ്പോൾ നിലയം വിളിച്ച് വീട്ടിൽ പോകും. അയ്യോ, ആ ജീവിതകാലം മുഴുവനും അയാൾ അങ്ങനെ ചെയ്തു. അയാളുടെ വൈഫ് പെട്ടെന്ന് മരിച്ചു. അതാണ് സംഭവം. വൈഫിൻ്റെ കുഴിമാടത്തെ അടി മനുഷ്യൻ എല്ലാ ദിവസവും 6 മണിക്ക് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരെ കണ്ട കാര്യങ്ങളാണ്. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കി, ഇത് ഒരാൾ പോയാൽ അടുത്ത ആൾ പിന്നെ ലൈഫ് ഭ്രാന്തായി പോകുമ്പോൾ ജീവിതം തന്നെ മീനിങ്ലെസ് ആയി പോകും. അത് നിങ്ങൾ ഈ എല്ലാത്തിനേക്കാളുപരി ആ മനുഷ്യനെ സ്നേഹിച്ചിട്ടാണ്. അപ്പം മനുഷ്യന് ഇങ്ങനെ ഒരു ചാഞ്ചല്യം ഉണ്ട്, ഒരു ചായ്വുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദൈവം കൽപ്പന തന്നിരിക്കുന്നത്.
അതാ കൽപ്പനകളുടെ ഒരു പോക്കതാണ്. എല്ലാത്തിനേക്കാളുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോഴേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെയുള്ള ഒരു അപകട മേഖലയിൽ പെട്ടവരെ നിങ്ങളെ അനുദപിക്കണം വേണ്ടത്. ഇപ്പോൾ ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, മക്കൾ നിങ്ങളെ സ്നേഹിക്കണില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതമില്ല. ഇപ്പോൾ മക്കൾ സ്നേഹിക്കണില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം മൂത്തവൻ കല്യാണം കഴിച്ചു, അല്ലെങ്കിൽ ഒരു മകനാണ്, അവൻ കല്യാണം കഴിച്ചു, അവനിപ്പോൾ അവൻ്റെ വൈഫിൻ്റെ കാര്യങ്ങളും വൈഫിനോട് ചോദിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ അവൻ്റെ അമ്മ പ്രാന്തിയെപ്പോലെ വൈഫിനെ കൊന്നാലും കുഴപ്പമില്ല, ആങ്ങളെ ചത്താലും കുഴപ്പമില്ല, നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുള്ള നിലപാടിൽ ജീവിക്കുന്നത്.